അത് കഴിഞ്ഞ് ശ്രീനിവാസനെ വിളിച്ചിട്ടുള്ള തെറികൾ നമുക്ക് പറയാൻ പറ്റില്ല. മുണ്ടം വിവരമെടുക്കാനൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ഞാൻ, ഇത്രയും അറിയാമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെയ്ക്കും പഠിപ്പിച്ചില്ല എന്ന് കാണ്ടമാനം ചെയ്ത. അപ്പോൾ പുള്ളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ബാക്കിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നമുക്കിത് മതിയാക്കാട്ടോ എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ്റെ ഡ്രൈവിംഗ് തന്നെ ഒരു കഥയാണ്. കാര്യം ഞാൻ കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ്, അതായത് ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റും സന്മനസ്സുള്ള സമ്മാനവും നാടോടിക്കാറ്റും പട്ടണപ്രവേശവും വരവേൽപ്പും ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ കാറ് വാങ്ങിച്ചിട്ടില്ല. ശ്രീനിയും കാറ് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ബസ്സിലാണ് സാധാരണ യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ബസ്സിൽ കുറച്ച് ആൾക്കാർ, അന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് ഡയറക്ടേഴ്സിനൊന്നും അങ്ങനെ ആരും പെട്ടെന്ന് തിരിച്ചറിയാറില്ല. പക്ഷേ ബസ്സിൽ പിന്നെ പതുക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, ഈ നാനയും വെള്ളി നക്ഷത്രമൊക്കെ കണ്ടിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, മോഹൻലാലിന് എത്ര രൂപയാണ് പ്രതിഫലം, മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ ശത്രുതയിലാണെന്നൊക്കെ ആളുകളുടെ ചോദ്യം കേട്ട് കേട്ട് അങ്ങനെയാണ് ഒരു കാറ് വാങ്ങിക്കാമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഡ്രൈവറെ വെച്ച് കൊണ്ടുപോകാൻ സുഖമില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗൂഢാലോചന നടത്തി, നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോൾ ശ്രീനി പറഞ്ഞു, നാടോടിക്കാറ്റൊക്കെ ഇറങ്ങി കഴിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് മലയാളം അറിയാത്ത, മലയാളി അല്ലാത്ത ഏതെങ്കിലും ആളുകളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാം. അപ്പോൾ നാരായണൻ നാഗലശ്ശേരി എന്ന് പറഞ്ഞൊരു മാനേജർ ഉണ്ടെന്ന്. നാരായണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മദ്രാസിൽ സിനിമയുടെ കൂടുതൽ വർക്ക് വന്ന മദ്രാസിലാണ്, ചെന്നൈയിലാണ്. അപ്പോൾ നാരായണൻ പറഞ്ഞു, ഇവിടെ ബാലാജി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, തമിഴന്മാരാണ്, അപ്പോൾ നിങ്ങൾ തിരിച്ച് അറിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അഗതികളെ പോലെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആ സ്കൂളിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ അവർ വിചാരിച്ചു ഏതോ ഇവിടെ ഡ്രൈവിംഗ് പഠിച്ച് മദ്രാസിൽ ഓട്ടോറിക്ഷ ഓടിക്കാനോ ടാക്സി ഓടിക്കാനോ ഒന്ന് രണ്ടാളുകളാണെന്നേ അവർ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ നാരായണ വലിയ റെസ്പെക്റ്റാണ്. നാരായണൻ പ്രൊഫഷൻ മാരാരാണെന്ന് അറിയാം. പറഞ്ഞു, സാർ കാര്യക്കോ സാർ, നീ കേൾക്കുക വാ എന്ന് ഞങ്ങൾ രണ്ടാളും വിളിക്കുകയും ചെയ്യും. ഒരു പെട്ടി പോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോക്സിൽ കൊണ്ടുവരുത്തി, ഇതാണ് ഗിയർ, ഇതാണ് മറ്റേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കാണിച്ചു തന്നു. ആദ്യത്തെ ക്ലാസ് അതാണ്. അത് പിന്നീട് ഞങ്ങൾ യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമയിൽ ഒരു വയസ്സായ ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനിരിക്കുന്നത് അത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2, 3, 4 അപ്പം ഞാൻ ക്യാമറമാൻ ആനന്ദക്കുട്ടന് കാറുണ്ടായിരുന്നുകൊണ്ട് ആനന്ദക്കുട്ടൻ്റെ കാറിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഇടയ്ക്ക് പിടിച്ച് ചെറുതായിട്ട് സ്റ്റിയറിംഗ് ഒക്കെ വെച്ച് എനിക്കറിയാം. ശ്രീനിവാസം അതും ചെയ്തിട്ടില്ല. അതിന് 6ാമത്തെ ദിവസം ശ്രീനിവാസൻ, അപ്പം ഞങ്ങളൊരു 4 പേര് വേറെ ഡ്രൈവിംഗ് പഠിക്കാനുള്ളവരുണ്ട്. ശ്രീനിവാസനും അങ്ങനെ 5 പേരുണ്ട് മൊത്തം, ഇയാളടക്കം. അതൊക്കെ വേറെ വേറെ ആളുകളാണ്. അന്നൊരു പുതിയ കാറാണ്, മാരുതി കാറാണ് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ. അതുവരെ ഞങ്ങൾ ഓടിച്ചിരുന്ന കാറല്ല. അപ്പോൾ ശ്രീനിവാസൻ്റെ കയ്യിൽ കാറ് കൊടുത്തിട്ട് അയാൾ ഓടിക്കാൻ പറഞ്ഞു. അയാൾ മുമ്പിലിരിക്കുന്നുണ്ട്. ശ്രീനിവാസൻ ആ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഇവിടുത്തെ ഒരൊറ്റ പോക്കാണ്. ഒരു ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചില്ല എന്ന രീതി ആകുമ്പോഴേക്കും ഇയാൾ ബ്രേക്ക് ചവിട്ടി, മറ്റേ മാഷ്. അത് കഴിഞ്ഞ് ശ്രീനിവാസനെ വിളിച്ചിട്ടുള്ള തെറികൾ നമുക്ക് പറയാൻ പറ്റില്ല. മുണ്ടം വിവരമെടുക്കാനൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ഞാൻ, ഇത്രയും അറിയാമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെയ്ക്കും പഠിപ്പിച്ചില്ല എന്ന് കാണ്ടമാനം ചെയ്ത. അപ്പോൾ പുള്ളിങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ബാക്കിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നമുക്കിത് മതിയാക്കാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മതിയാക്കണ്ട, നമുക്ക് കുറച്ചല്ല, അല്ലല്ല, ഇത് അത്യാവശ്യം സിനിമയിലൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനും എഴുതാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു, അത് മതി. പിന്നെ മറ്റൊന്ന്, ഈ തെറി കാട്ട കാര്യം നമ്മൾ 2 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങളിനി അത് പാട്ടാക്കാൻ പോകണ്ട. ഞാൻ ഒരിക്കലും പാടില്ല. റൂമിലെത്തിക്കഴിഞ്ഞുകൊണ്ട് മോഹൻലാലിനെ വിളിച്ചു, ജോൺസനെ വിളിച്ചു, വിപിൻ മോഹനെ വിളിച്ച്, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും വിളിച്ച് ഇത് മുഴുവൻ നമ്മൾ പാട്ടാക്കി കഴിഞ്ഞു. ആ സീനിൻ്റെ ഇൻസ്പിറേഷനാണ് തലയണ മന്ത്രം എന്നുള്ള സിനിമയിൽ ശ്രീനിവാസനെ മാമുക്കോയ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. മാമുക്കോയ പറയുന്നുണ്ട്, ഇത്രയും വിവരമില്ലാത്ത ഒരാൾ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ പോളിടെക്നിക്കിലൊക്കെ പഠിച്ചതാണ്, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ പല രീതിയിലാണ് ഞങ്ങളുടെ സിനിമയുടെ അനുഭവങ്ങൾ. ഒരു